നമ്മളിപ്പോൾ ഈ വഖഫ് എന്ന് പറയുന്ന വിഷയം, നമ്മളെ സംബന്ധിച്ച് വഖഫ് എന്താണ്, വഖഫ് നിയമം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതര സമുദായങ്ങൾ ഈ വഖഫിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനകത്താണ്. അവിടെയാണ് ഒരു നരേറ്റീവ് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്വകാര്യ സ്വത്താണ്. ഒരു മുസ്ലിം വ്യക്തി ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു സ്വകാര്യ സ്വത്താണ്. ആ സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ വഖഫും വഖഫിന്റെ മാനേജ്മെന്റും വരുന്നത്. അങ്ങനെ ഒരു വഖഫിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സ്വകാര്യ സ്വത്ത് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത്, ഒരു ദൈവവിശ്വാസി തന്നെയാണ് ആ പറയുന്ന സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ സമുദായങ്ങളിലും അത് തന്നെയാണുള്ളത്. ഹൈന്ദവ സമുദായത്തിലും അതേപോലെ തന്നെ ഓരോ സമുദായങ്ങളിലും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്, സ്റ്റാറ്റ്യൂട്ടുകളുണ്ട്. സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ സമുദായത്തിലെ അംഗങ്ങൾ മാത്രമേ ഈ പറയുന്ന സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ രണ്ട് നിയമലംഘനം, ഭരണഘടനാ ലംഘനം വരികയാണ്. ഒന്ന്, ആർട്ടിക്കിൾ 26 പറയുന്നത് ഓരോ മതവിഭാഗക്കാർക്കും അവരുടേതായിട്ടുള്ള സ്വത്തുകൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക തത്വമാണ് വഖഫ് എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക തത്വം അനുസരിച്ചിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്ത് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിശ്വാസി സമൂഹത്തിന് അവകാശം കൊടുത്തിരിക്കുന്ന ഭരണഘടനയുടെ 26 ലംഘനം 1. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള മതവിശ്വാസികൾക്ക് അവരുടെ രീതിയിലുള്ള അതേ മതത്തിന്റെ ആളുകൾക്ക് തന്നെ ആ കൈകാര്യം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഈ മതത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക നിയമം? അപ്പോൾ വിവേചനം, അത് ആർട്ടിക്കിൾ 14. അത് നമ്മൾ വേറൊന്നും ആലോചിക്കണ്ട. ഈ രണ്ട് ആർട്ടിക്കിളിന്റെ ലംഘനം ഉണ്ടെങ്കിൽ തന്നെ ആ നിയമം തന്നെ അസാധുവാകുകയാണ്. നിയമം സാധുവാണോ അസാധുവാണോ എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറിയുടെ ടെസ്റ്റിനാണ്, കോടതിയുടെ മുമ്പിലാണ്, കോടതി തീരുമാനിക്കും. പക്ഷേ നമ്മൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാവുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇനി ഈ പറയുന്ന വഖഫ് നിയമം ലോക്സഭയിലും രാജ്യസഭയിലും ഇത് അവതരിപ്പിക്കുമ്പോൾ ആ പറയുന്ന മന്ത്രിയുടെ വായിൽ നിന്ന് പറഞ്ഞ ഒരു വാക്കാണ് മുനമ്പം എന്ന് പറയുന്നത്. ഒരു കാര്യവുമില്ല അവിടെ മുനമ്പം പരാമർശം. പക്ഷേ മുനമ്പത്ത് വലിയൊരു വിഷയമുണ്ട്. ആ മുനമ്പത്തെ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ കമ്മ്യൂണിറ്റി ലീഡേഴ്സും അതേപോലെ തന്നെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാരുമെല്ലാം എൻ്റെ അടുത്ത് വന്നു. അവരുടെ ഭൂ ഉടമകളും എൻ്റെ അടുത്ത് വന്നു. ആ ഒരു വിഷയവും കൂടി ഇതിനകത്ത് പരിഹരിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ബില്ല് അവതരിപ്പിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുള്ളത്. മുനമ്പം വിഷയം എന്താണെന്നുള്ളത് വിഷയം മാത്രം, അതിനകത്ത് എന്താണ് പരിഹാരം എന്നുള്ളതല്ല, വിഷയം 950. കാരണം നമ്മൾ വിഷയം അറിയാതെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 950 ഒരു സിദ്ദീഖ് സേട്ടു, അത് സിദ്ദീഖ് സേട്ടു എന്നുള്ള പേര് മാത്രം ഓർമ്മയിൽ വെച്ചാൽ മതി. സിദ്ദീഖ് സേട്ടു ഒരു കരാറുണ്ടാക്കിയാണ്. ഒരു ആധാരം എന്ന് പറയാം, വഖഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടദാനം എന്ന് പറയാം, എന്തുകൊണ്ട് വിളിക്കാം, അത് വിളിക്കേണ്ടത് പിന്നീടാണ്. ഒരു കരാറ്, ഒരു രേഖ, ആ രേഖ ഉണ്ടാക്കിയിട്ട് അത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഫേവറിലാണ് ആ പറയുന്ന രേഖ ഉണ്ടാക്കുന്നത്. ആ രേഖയിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ആ രേഖയിൽ പറഞ്ഞു വന്നിട്ട് ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് സിദ്ദീഖ് സേട്ടു പറയുകയാണ്. വഖഫ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ രേഖയിലുണ്ട്. അങ്ങനെ പറഞ്ഞു വന്ന അവസാനം 2 ക്ലോസുകൾ ആ രേഖയിലുണ്ട്. ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് മൂന്നാമതൊരാൾക്ക് വിൽക്കാം. അപ്പൊ വിൽക്കാനുള്ള ഒരു സമ്മതം കൊടുക്കുന്ന ഒരു രേഖ. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് നിന്നുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമി എൻ്റെ പിൻഗാമികൾക്ക് തിരിച്ചു വരണം, റിവേർട്ട് ബാക്ക് ടു മൈ സക്സസേഴ്സ് എന്നാണ് 2 ക്ലോസുകളുള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റിലുള്ളത്. ഒന്ന് വഖഫ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ 2 ക്ലോസുകൾ ഇങ്ങനത്തെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ 2 ക്ലോസുകൾ വന്നിരിക്കുന്നതാണ് ഇതിനകത്തൊരു നിയമപ്രശ്നം വന്നിരിക്കുന്നത്. കാരണം വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫാണ്. നമ്മൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഈ പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ക്ലോസുകൾ വന്നേക്കാം. അതായത് നിങ്ങൾക്ക് വിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വഖഫ് ആയിരുന്നില്ല, ഇത് ഇഷ്ടദാനമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ നിയമപ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ 1950 ആ രേഖയുണ്ടായി. 1960കളിലാണ് ഈ പറയുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇങ്ങനത്തെ ഒരു ഭൂമി അവിടെ ഉണ്ടായതായിട്ട് അവർക്ക് അറിയുന്നത്. കാരണം വെച്ചാൽ മുനമ്പം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ, ഇന്ന് തന്നെ അവിടെ എത്തിപ്പെടാൻ വലിയ പാടാണ്.
ആ സമയത്തൊക്കെ അവിടെ എത്തിപ്പെടാൻ 1, 2, 3 ബോട്ടുകളോ വഞ്ചികളോ ഒക്കെ കടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു തുരുത്തായിരുന്നു മുനമ്പം എന്ന് പറയുന്നത്. ഇന്നിപ്പോ എറണാകുളത്ത് നിന്ന് ഈ ഗോശ്രീ പാലങ്ങളുള്ളത് കാരണം 3 ഗോശ്രീ പാലം കൊണ്ട് നമുക്ക് വൈപ്പിനിലെത്താം. വൈപ്പിൽ നിന്ന് പിന്നെ നേരെ നമുക്ക് ചെറായി റോഡ് വഴി മുനമ്പത്തേക്ക് പോകാം. അങ്ങനെ ഇപ്പൊ മുനമ്പം ഇന്ന് ആക്സസിബിൾ ആണ്. ഇന്ന് അതിന്റെ വലിയ വാല്യൂ ആയിരിക്കും. അങ്ങനെ 1960കളിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് മനസ്സിലായി, ഇങ്ങനത്തെ ഒരു രേഖയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങനത്തെ രേഖയുണ്ടെങ്കിൽ പിന്നെ അന്ന് ആ ഭൂമി പോയി നോക്കാമെന്ന് നോക്കിയപ്പോൾ അപ്പോൾ തന്നെ അവിടെ കുറെ ആളുകൾ കുടിയെടുപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി അവിടെ ആളുകൾ താമസിക്കുന്നു. അപ്പൊ അങ്ങനെ ആളുകൾ താമസിക്കുമ്പോൾ നമ്മളുടെ രേഖ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ താമസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പോലീസിൽ ആദ്യം പോകും. അതിനുശേഷം പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോകും. അങ്ങനെ അവിടുത്തെ ലോക്കൽ പറവൂർ കോടതിയിൽ ഇവർ കേസായിട്ട് പോവുകയാണ്. കേസായിട്ട് പോയപ്പോൾ പറവൂർ കോടതി വളരെ വിശദമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഈ രേഖ നോക്കിയിട്ട് നിങ്ങളുടെ ആധാരം നോക്കിയിട്ട് ഇത് വഖഫ് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ കിടക്കുന്ന ആളുകൾക്ക് അവിടെ കിടക്കാനുള്ള അവകാശമില്ല, അവരെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ തന്നെ അവരൊരു വിധിന്യായം എഴുതി. ആ വിധിന്യായത്തിനെതിരെ പിന്നെ ഹൈക്കോടതിയും അത് തന്നെ പറഞ്ഞു. അങ്ങനെ 2 കോടതികളുടെ വിധി ഇവർക്ക് അനുകൂലമായിട്ടുണ്ട്. ഈ കോടതി വിധി അനുകൂലമായിട്ട് കിട്ടിയിട്ട് പോലും അവർക്ക് ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോലീസ് പറഞ്ഞു, ഇത് ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമപ്രശ്നം ഉണ്ടാവും, ലോ ആൻഡ് ഓർഡർ വലിയ ബുദ്ധിമുട്ടാകും ഇവിടെ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിചാരിച്ചു, എന്തായാലും ഞങ്ങൾക്ക് വിൽക്കാനുള്ളൊരു അവകാശം ഈ രേഖയിലുണ്ട്, എന്നാൽ പിന്നെ ഇത് വിറ്റ് കളഞ്ഞേക്കാം. കാരണം ഞങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ കുറെ ആളുകൾ അവിടെ കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് വിറ്റ് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ഒരാൾക്ക് ഒരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്ത് അയാളുടെ അടുത്ത് വിറ്റോളാൻ പറഞ്ഞു. അങ്ങനെ 70കളിലും 80കളിലുമായിട്ട് ഈ ഭൂമി കംപ്ലീറ്റ് അവർ പൈസ മേടിച്ച് വിറ്റു. ഒരു കുഴപ്പമില്ല. 70 പ്രശ്നമില്ല, 80 പ്രശ്നമില്ല, 90 പ്രശ്നമില്ല. 2000 വന്ന VS സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു, ഒരു നിസാർ കമ്മീഷൻ. റിട്ടയർഡ് ജഡ്ജിയായിട്ടുള്ള നിസാറിനെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചു. ഈ കമ്മീഷന്റെ അടുത്ത് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞത്. ഈ പറയുന്ന നിസാർ കമ്മീഷൻ എല്ലായിടത്തും പോയിട്ട് അതിന് അവരുടെ ഒരു റിപ്പോർട്ടായിട്ട് വന്നു. റിപ്പോർട്ടിൽ ഒരു വോള്യം, അതായത് വോള്യം 15 കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് ഒരു ഭൂമി, അതായത് ഈ 404 ഏക്കർ മുനമ്പത്ത് ഒരു 404 ഏക്കർ വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ട്, കൈവശക്കാരുടെ അടുത്ത് കിടക്കുന്നുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ട ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് നിസാർ കമ്മീഷൻ VS സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തു. VS സർക്കാരിന്റെ ക്യാബിനറ്റ് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. റിപ്പോർട്ട് അംഗീകരിച്ച് അങ്ങനെ തന്നെ അവിടെ വെച്ചു. പിന്നെയും പ്രശ്നങ്ങളൊന്നുമില്ല. 4 വർഷം കഴിഞ്ഞപ്പോൾ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പൊതു താല്പര്യക്കാര് അവർ പോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞു, സർക്കാർ തന്നെ വെച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടിൽ സർക്കാർ ഇപ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ അടുത്ത് അവർക്ക് ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് തുടർ നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഹൈക്കോടതി പറഞ്ഞത് സർക്കാർ തന്നെ വെച്ച കമ്മീഷൻ, സർക്കാരിന്റെ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു, എന്നാൽ പിന്നെ അത് നടപ്പിലാക്കണമല്ലോ, നിങ്ങൾ നടപ്പിലാക്കാൻ പറഞ്ഞു ഹൈക്കോടതി. അങ്ങനെ 2014 15 ഹൈക്കോടതി ഒരു വിധി വന്നു, ഈ പറയുന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറഞ്ഞു. എന്നിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല. 2019 ആയപ്പോഴേക്കും കോടതി അലക്ഷ്യ ഹർജി ഇവർ കൊടുത്തു, ഈ വഖഫ് സംരക്ഷണ സമിതി കൊടുത്തു. അതായത് ഒരു വിധി ഉണ്ടായിട്ട് ആ വിധി നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. കോടതി അലക്ഷ്യം വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ രീതിയിലുള്ള പേടിയും ഭയവും എല്ലാം വരും. അങ്ങനെ ആ സമയത്ത് 2019 വഖഫ് ബോർഡ് ഈ കോടതി അലക്ഷ്യ നടപടിയുടെ പേടിയിലാണ് ആദ്യമായിട്ട് ഈ ഭൂമി വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. 2019, അതായത് നമ്മൾ 950 തുടങ്ങിയ കഥയാണ്. 2019 വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. 2022 ആയപ്പോഴേക്കും അവിടെ താമസിക്കുന്ന ആളുകൾ സാധാരണ രീതിയിൽ കരം അടക്കാൻ പോയപ്പോ റവന്യൂ അധികൃതർ പറഞ്ഞു, ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയായിട്ടാണ് നമ്മളുടെ റവന്യൂ രേഖകൾ കിടക്കുന്നത്, വഖഫ് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അവകാശമില്ല, കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്നാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ 2022 ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ 1950 തൊട്ട് 2019 വരെയും ഇത് വഖഫ് ഭൂമിയായിട്ട് വഖഫിന്റെ രജിസ്റ്ററിൽ പോലും ഇല്ലാത്തൊരു ഭൂമിയായിരുന്നു. 2022 കരമടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. ഇതാണ് മറ്റേ മുനമ്പത്തെ ഒരു ഫാക്ച്വൽ സിനാരിയോ. അപ്പൊ അതിനകത്ത് ഇവിടെ പരത്തുന്ന ഒരു നരേറ്റീവ് അനുസരിച്ചിട്ടുള്ള വഖഫ് ബോർഡ് കാണുന്ന ഭൂമികൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭൂമികളെല്ലാം അന്നത്തെ ഒരു സെക്ഷൻ 40 എന്ന് പറയുന്ന ഒരു കിരാതമായിട്ടുള്ള ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ട് അത് വഖഫാണ് എന്ന് പറഞ്ഞാൽ വഖഫായി മാറും എന്നുള്ള രീതിയിലുള്ള നരേറ്റീവ് പറഞ്ഞിട്ട് ഈ പറയുന്ന മുനമ്പം അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞത്
അതിനകത്തുള്ളൊരു പൊള്ളത്തരമാണ് നാം കാണേണ്ടത്. ഇപ്പോ ഈ പറയുന്ന രീതിയിലുള്ള വകുപ്പുകളെ കുറെ കൊണ്ടുവന്നു, പുതിയ നിയമത്തിൽ കുറെ വകുപ്പുകൾ കൊണ്ടുവന്നു. ഈ വകുപ്പുകളെല്ലാം നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു, ഇത് മുനമ്പം നിവാസികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു വകുപ്പുകൾ നമ്മളിനകത്ത് കാണുന്നില്ല. ഇപ്പൊ പറയുന്നു ഒരു പ്രത്യേക നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ട്രസ്റ്റുകളായിട്ടുള്ള വഖഫ് ഉള്ള ട്രസ്റ്റുകളെ ഞങ്ങൾ ഈ വഖഫ് നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ ഒഴിവാക്കുന്ന ട്രസ്റ്റുകളിൽ ചിലപ്പോൾ ഫറൂഖ് കോളേജിന്റെ ട്രസ്റ്റും പെടും എന്നുള്ള രീതിയിലാണ് പുതിയ രീതിയിലുള്ള നരേറ്റീവുകൾ വരുന്നത്. അങ്ങനെ ട്രസ്റ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രസ്റ്റുകളുടെ കീഴിലുള്ള ഒരുപാട് പള്ളികൾ ഉണ്ടാവും, അതൊക്കെ വഖഫല്ലാണ്ടായി മാറാൻ പറ്റും. അപ്പോ ഒരു വ്യക്തതയും ഇല്ലാതെ ഇപ്പൊ നേരത്തെ മുനീർ സാഹിബ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയെങ്കിലും രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും ഈ പറഞ്ഞ പോലെയുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് അവരിതിനെ കാണുന്നത്. ഇതിനകത്ത് ഒരുപാട് നമ്മൾക്കിപ്പോ വിഷയങ്ങൾ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നിയമവിഷയങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാ വിഷയങ്ങൾ പറയണമെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക തത്വമായിട്ടുള്ള വഖഫ് എന്ന് പറയുന്നത്, നെയ്യത്തോടു കൂടി ഒരാൾ അള്ളാഹുലേക്ക് ഒരു വസ്തു സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വഖഫായി മാറി. പക്ഷേ പുതിയ നിയമം പറയുന്നത് എന്താണ്? നിങ്ങളത് രേഖ ഉണ്ടാക്കി എഴുതി ഒപ്പിട്ട് രജിസ്ട്രാറിന് മുമ്പിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വഖഫ് ആവുകയുള്ളൂ. അപ്പൊ ഒരു ഇസ്ലാമിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വഖഫിനെ നിങ്ങൾ പാർലമെന്റിലെ നിയമമാക്കി മാറ്റുമ്പോൾ അത് ഇസ്ലാമിക തത്വത്തിന് എതിരാകാൻ പാടില്ല. അതാണ് നമുക്ക് തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായിട്ടൊരു നിയമമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായി. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ഇതിന്റെ ഒരു ലംഘനം അവിടെയാണ്. നിങ്ങളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്ലോ അവിടെ തുടങ്ങുകയാണ്. ഒരു വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിക തത്വത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നിയമം അനുസരിച്ചിട്ട് അതിന് വിരുദ്ധമായിട്ടൊരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഇതിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ, ഇന്ത്യൻ നിയമത്തിൽ അംഗീകരിച്ചതാണ്. അത് ഓറലായിട്ട് പറയുന്ന, വാമൊഴി കൊണ്ട് പറയുന്ന വഖഫിനെ നമ്മുടെ നിയമം, ഇന്ത്യനിലെ നിയമം അംഗീകരിച്ചിരുന്നതാണ്. അപ്പൊ അങ്ങനെ അംഗീകരിച്ചിരുന്ന നിയമങ്ങളിലെല്ലാം ഇനിയിപ്പോ എവിടെ പോകുമെന്നുള്ളതാണ്. അങ്ങനെ വഖഫായിട്ടുള്ള സ്വത്തുകൾ ഇനി എവിടെ പോകുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ വഖഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലെ രേഖകളൊന്നും ഇല്ലാതെ വാമൊഴി കൊണ്ടുണ്ടായിരിക്കുന്ന വഖഫുകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ വഖഫ് സ്വത്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അതും ഇന്ത്യൻ നിയമം അംഗീകരിച്ചിരിക്കുന്ന ഒരു തത്വമാണ്. ഇന്ത്യൻ നിയമം മാത്രമല്ല, ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ അംഗീകരിച്ച തത്വമാണ്. അതായത് ഒരു കെട്ടിടം അവിടെ നമ്മൾ പള്ളിയായിട്ട് വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ഏതോ ഒരു കാലത്ത് ആരെങ്കിലും വാമൊഴി കൊണ്ട് വഖഫ് ചെയ്ത് നമ്മളത് വഖഫായിട്ട് തന്നെ, പള്ളിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനമുണ്ടെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് വഖഫ് ബൈ യൂസറും അവര് ഈ നിയമത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഖഫുകൾ വരെ മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പുതിയൊരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാളും അങ്ങനത്തെ ഒരു വഖഫ് ബൈ യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ വഖഫായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അതിപ്പോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. അത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഞങ്ങൾ വഖഫായിട്ട് തന്നെ തുടരും. പക്ഷേ അതിനകത്ത് രണ്ട് റൈഡേഴ്സ് ഉണ്ട്. ഒരു റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തർക്കം പാടില്ല എന്നുള്ളത്. അപ്പൊ തർക്കം പാടില്ല എന്നുള്ളതിനകത്ത് ആർക്കും അറിയില്ല എന്താണ് ഈ തർക്കം പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ തർക്കം പാടില്ല എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും തർക്കം ഉന്നയിച്ചാൽ മതി. ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് തർക്കമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയം അത് വഖഫല്ലാതെ മാറുകയാണ്. നിയമത്തിന്റെ പ്രത്യേകതയാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കം എല്ലാവരും കൂടി, അതായത് കോടതിയുടെ മുമ്പിൽ വന്നിട്ട് കോടതിയുടെ ഒരു അഡ്ജുഡിക്കേഷന് ശേഷം അതുവരെയും ഇത് സ്റ്റാറ്റസ് കോ നിലനിർത്തും. ഒരു പള്ളിയാണെങ്കിൽ അന്തിമ വിധി വരെ സ്റ്റാറ്റസ് കോ നിലനിർത്തും. പക്ഷെ ഇവിടെ തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ തർക്കം ഉന്നയിച്ച സമയത്ത് ആ പറയുന്ന ഓഫീസർക്ക് തർക്കമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അത് വഖഫല്ലാതായി മാറുകയാണ്. വഖഫല്ലാതായി മാറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ച് കയറിയ ഒരു സ്വത്താണ് എന്നുള്ള നോട്ടീസ് അതിനകത്ത് പതിപ്പിക്കും. വഖഫ് അല്ലാണ്ടായി മാറും. അത് ഈ ഒരു നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിനകത്ത് പരാതിക്കാരൻ സർക്കാരിനായിരിക്കും ഒരു കേസുള്ളത്. ഈ പറയുന്ന സ്വത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിക്കുകയാണെന്ന്. ആരുടെ മുമ്പിലാണ് ഉന്നയിക്കേണ്ടത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ. ഇനി ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ആ സർക്കാർ ഉദ്യോഗസ്ഥന് തീരുമാനമെടുക്കും. സർക്കാർ തന്നെ പരാതിക്കാരൻ, സർക്കാർ തന്നെ ജഡ്ജി, സർക്കാർ തന്നെ അനുകൂലമായിട്ടുള്ള വിധി.
അപ്പോ ആ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളുമായിട്ടാണ് ഈ പറയുന്ന നിയമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോ ഇവിടെ ഒന്നും പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടാവില്ലെങ്കിൽ പോലും അവർ പറയുന്നു ഈ പറയുന്ന രീതിയിലുള്ള രേഖകളൊന്നും ഇല്ലാത്ത വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഗതി ഇതുവരെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഞങ്ങൾ തൊടില്ല എന്ന് പറയുമ്പോഴും അതിന്റെ കൂടെ വന്നിരിക്കുന്ന സംഗതിയാണ് ആരെങ്കിലും അതിനകത്ത് തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമാണെന്നുള്ളത്. അതിനുശേഷം വരുന്നൊരു സെക്ഷനിൽ പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ, അതായത് ഒരുപാട് ഒരു 6 or 7 രേഖകൾ നിങ്ങൾ മറ്റേ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം, പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. അത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ രേഖകളില്ലാത്ത വഖഫ് ബൈ യൂസറിന്റെ കാര്യം നിങ്ങൾ അവിടെ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ട് തർക്കമുണ്ടെങ്കിൽ പ്രശ്നം. അതിനുശേഷം പറയുന്നു ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്ത നിങ്ങളുടെ വഖഫ് വസ്തുക്കളാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരു പുകമറ ഇട്ടിട്ട് തർക്കമുണ്ടെന്ന് തോന്നിപ്പിച്ച് രേഖകളില്ല എന്ന് വരുത്തിച്ച് ഈ പറയുന്ന ഒരുപാട് നല്ല കണ്ണായ സ്ഥലങ്ങളുള്ള പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള വഖഫ് സ്വത്തുകളൊക്കെ കൈവശം വെക്കാനുള്ള അവരുടെ ഒരു ബാക്ക്ഡോർ ആയിട്ടുള്ള ഒരു പിൻവാതിൽ കൂടിയുള്ള ഒരു കളിയാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഖഫായിട്ട് ഒരു സ്വത്ത് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ട്, ആർക്കും ചോദ്യം ചെയ്യാതെ അതിനൊരു കാലാവധി ഉണ്ട്. അത് 1 വർഷം ഉണ്ടാകും, അത് 2 വർഷം ഉണ്ടാകും. 2 വർഷത്തെ കാലാവധിക്ക് ശേഷം പിന്നെ ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിനകത്തൊരു ഫൈനാലിറ്റി വേണമല്ലോ. ആരും ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വഖഫായിട്ട് തന്നെ അത് ഉറപ്പിക്കും. പുതിയ നിയമം അനുസരിച്ചിട്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി തന്നെ അങ്ങോട്ട് എടുത്തു കളയുന്ന രീതിയിലാണ്. അതായത് 2000 വഖഫായിട്ട് ഏതെങ്കിലും ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2025 വരെയും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കുള്ള അധികാരം, അത് നിയമം വളരെ ലൂസാക്കിക്കൊണ്ടുള്ള അവരുടെ ഒരു അധികാരം ഈ വഖഫ് ട്രൈബ്യൂണലുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇപ്പോ ഓൾറെഡി വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വഖഫ് സ്ഥാപനമാണെങ്കിലും 25 കൊല്ലം മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ യാതൊരു വിധത്തിലുള്ള ഒരു ഫൈനാലിറ്റി അതിനകത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു ഈ പറയുന്ന നിയമത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വഖഫ് സ്ഥാപനങ്ങളെ നോട്ടമിട്ടുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ പാർലമെന്റിന്റെ തൊട്ട് മുമ്പിലൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറയുന്നത്, ആ പള്ളിയുടെ ഇമാമാണ് ഇപ്പോ മൊഹിബുള്ള നദ്വി, നമ്മുടെ റാംപൂരിലെ ലോക്സഭ MP ആണ്. അദ്ദേഹത്തിന്റെ ആ പള്ളി എന്ന് പറയുന്നത് 300 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. അപ്പൊ ആ പള്ളിയുടെ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ രേഖകളൊന്നുമില്ല. അത് ഈ പറയുന്ന പോലെ വഖഫ് ബൈ യൂസർ എന്ന രീതിയിൽ അവിടെ വഖഫിന്റെ ബോർഡിൽ രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന ഒരു സ്വത്താണ്. ഈ സ്വത്തിന് ഈ നിയമം വെച്ചിട്ട്, ഈ പറയുന്ന പാർലമെന്റ് പള്ളി എന്ന് പറയുന്ന പള്ളിക്ക് ഈ നിയമം വെച്ചിട്ട് ഒരു പക്ഷേ ആരെങ്കിലും തർക്കം ഉന്നയിച്ച് പറയുകയാണ് ഇപ്പൊ പുതിയ പാർലമെന്റിന്റെ മതിലും ഈ പള്ളിയും തമ്മിൽ ഏകദേശം ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എന്തായാലും അവർക്ക് ഈ പള്ളിയൊക്കെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കും. ആരെങ്കിലും പറയുകയാണ് ഈ പള്ളിയിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തർക്കം ആ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് തർക്കമായിട്ട് തോന്നുകയാണെങ്കിൽ ആ പള്ളി പിന്നെ വഖഫല്ലാണ്ടായി മാറുകയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ച് കയറിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായി മാറുകയാണ്. അത്ര എളുപ്പമാണ് ഈ പറയുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പള്ളികളും അതേപോലെ തന്നെ വഖഫ് സ്ഥാപനങ്ങളും എല്ലാം വഖഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രമാത്രം കിരാതമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോ അക്കമിട്ട് ഏത് വകുപ്പാണ് ഏത് ഭരണഘടനാ ലംഘനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇതര സമുദായങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഈ പറയുന്ന മാധ്യമങ്ങൾ കൂടി അവർക്ക് പരത്താൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ മുനമ്പം എന്ന് പറയുന്നത്. അതേപോലെ ഈ നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണ്. 2013 വഖഫ് നിയമത്തില് വലിയ രീതിയിലുള്ള ഭേദഗതി വന്നിരുന്നു. അത് 10 കൊല്ലം മുമ്പ്. ഈ 10 കൊല്ലം മുമ്പുള്ള ഭേദഗതി വന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഹോംവർക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ആദ്യത്തെ അതിനകത്ത് മെറ്റീരിയൽ എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു.
2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മുഴുവൻ അധ്യായവും ഈ വഖഫ് സംബന്ധിച്ചുള്ള അധ്യായങ്ങളാണ്. അപ്പൊ അതിനകത്ത് സച്ചാർ പറയുന്നുണ്ട് വഖഫ് നിയമങ്ങള് വലിയ രീതിയിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, കാരണം ഒരുപാട് ഭൂമികൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനക്ഷരായിട്ട് 1970 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതിയ ഒരു കത്ത് വരെ വെച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ആ കത്തിൽ പറയുകയാണ്, സർക്കാരുകളും സർക്കാരിതര സ്ഥാപനങ്ങളും ഒരുപാട് വഖഫ് ഭൂമികൾ കൈയേറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഭൂമി തിരിച്ച് വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിന്റെ വില ഈടാക്കിയിട്ട് ആ വില വഖഫ് ബോർഡിന് കൊടുക്കുക എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വഖഫ് സ്വത്തുകളാണ് ഈ പറഞ്ഞ പോലെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെയുള്ള അതിക്രമങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള നിയമം വേണമെന്നാണ് സച്ചാർ അന്ന് ശുപാർശ ചെയ്തത്. സച്ചാറിന്റെ ശുപാർശയ്ക്ക് ശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്ന് പാർലമെന്റ് ഉണ്ടാക്കി. അതായത് നിയമം വന്നിട്ടില്ല, നിയമത്തിന് മുമ്പ് തന്നെ ഇരു കക്ഷികളുമുള്ള, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ള ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി JPC അന്ന് ഉണ്ടാക്കി, പാർലമെന്റ് ഉണ്ടാക്കി. JPCയുടെ ശുപാർശ വന്നു. JPCയും ഇത് പറഞ്ഞ പോലെ വഖഫ് നിയമങ്ങളെല്ലാം വളരെ ശക്തമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശുപാർശ വന്നു. അതിനുശേഷം റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. അങ്ങനെ 3 കമ്മിറ്റികളുടെ ശുപാർശയുടെ ഒടുവിലാണ് 2013 വഖഫ് നിയമത്തിന്റെ ഭേദഗതികൾ വന്നത്. ആ ഭേദഗതികൾ ഐക്യകണ്ഠേന BJP അംഗങ്ങളും എല്ലാം ഉള്ളതാണ്. ഐക്യകണ്ഠേന ഇരു സഭകളും പാസ്സാക്കിയിട്ടാണ് 2013 നിയമം വരുന്നത്. അപ്പൊ ഇന്ന് 2024 നിയമം 10 കൊല്ലത്തിന് ശേഷം വന്നപ്പോൾ എന്തായിരുന്നു അതിന്റെ ഹോംവർക്ക് എന്ന് പറയുന്നത്? ഒരു ഹോംവർക്കും ഉണ്ടായില്ല. വെറുതെ അവർ കൊണ്ടുവന്ന ഒരു നിയമം ഒരു ദിവസം അവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ JPCയിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയത്. JPCയിലെ നാടകങ്ങളിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളം 40-45ഓളം അമെന്റ്മെന്റുകളാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. ഒന്നും ചേർക്കാതെ ഭരണപക്ഷ അംഗങ്ങൾ പറയുന്ന അമെന്റ്മെന്റുകൾ മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു JPCയുടെ ശുപാർശയാണ് ഇപ്പോഴത്തെ 2024-25 നിയമത്തിലേക്ക് വന്നത്. അപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരു നിയമം മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമത്തിൽ എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് മാറ്റത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ എന്ത് അപര്യാപ്തതയാണ് ആ നിയമത്തിനുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ JPCയിൽ ഏകദേശം ലക്ഷങ്ങളോളം കോടിക്കണക്കിനോളം ഈ പറയുന്നത് പോലെ ഒബ്ജക്ഷൻസ് കിട്ടിയെന്ന് പറയും. പക്ഷെ അതിനകത്ത് 95% ഒബ്ജക്ഷൻസും ഈ പറയുന്ന പുതിയ നിയമത്തിനെതിരായിട്ടുള്ള ഒബ്ജക്ഷൻസ് ആയിരുന്നു. ജനാധിപത്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട്, പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളുടെ സജഷൻസ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് ജനാധിപത്യമാണ്, ഇവിടെ നമ്പറുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും നമ്പറുകളിൽ മാത്രം നടക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 95% ഈ പറയുന്ന ബില്ലിനെ എതിർത്തുകൊണ്ട് വന്ന ശുപാർശകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 5% വരുന്ന ആളുകൾ ഇത് വേണമെന്ന് പറയുന്ന ആളുകളെ മാത്രം ഉൾക്കൊണ്ട ആ ജനാധിപത്യ മര്യാദ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അവ നമ്മളുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം എന്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ഭരണഘടനക്ക് അനുസൃതമായാലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമായാലും പാർലമെന്റിൽ നമുക്ക് നമ്പറുകൾ ഉണ്ടെങ്കിൽ അതെന്തായാലും അത് പാസ്സായിരിക്കുമെന്നുള്ളത്. ഏകദേശം 15 മണിക്കൂറോളം ലോക്സഭയിലും അതേപോലെ അത്രയും തന്നെ മണിക്കൂറോളം രാജ്യസഭയിലും ഇത് ചർച്ച ചെയ്ത് നമ്മൾ ഒരുപാട് അതിനകത്ത് ഒച്ചപ്പാടും അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് നമ്മൾ അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചെങ്കിലൊന്നും നമുക്കറിയാം അവസാനം വോട്ടിന്റെ ആ സമയത്ത് ആരെല്ലാമാണ് ഇതിനെ പിന്തുണക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും അവർക്ക് നമ്പറുകൾ ഉണ്ടെങ്കിൽ ഈ നിയമം പാസ്സാകും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണത്. നമ്പറുകൾ ഉണ്ടെങ്കിൽ ഇത് പാസ്സാകുമെന്നുള്ളത്. പക്ഷേ നമ്പറുകൾ ഉണ്ടാക്കി പാസ്സാക്കിയ നിയമങ്ങളാണ് പിന്നെ നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത്, നമ്മളതിനകത്തൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2015-16 ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു നിയമം പാസ്സാക്കി. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ഇരു സഭകളും ഐക്യകണ്ഠേന പാസ്സാക്കി. ഈ ഭരണഘടനാ ഭേദഗതി ഉള്ള കാരണം നമ്മൾ സംസ്ഥാന നിയമസഭകളിലേക്ക് അയക്കേണ്ടി വന്നു. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും അതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിന് റാറ്റിഫിക്കേഷൻ കൊടുത്ത് അതങ്ങനെ ഭരണഘടനാ ഭേദഗതിയായി. ഭരണഘടനാ ഭേദഗതിയുമായി അതേപോലെ തന്നെ ഈ നിയമവും പാസ്സായി. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടര് കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതി അവസാനം ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി.
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇരുസഭകളും ഇത്രയും വലിയ ഐക്യകണ്ഠേന പാസ്സാക്കിയാലും എല്ലാ സംസ്ഥാന നിയമസഭകളും അതിനെ റാറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പോലും ഒരു നിയമം ഭരണഘടനക്കനുസൃതമാണോ വിരുദ്ധമാണോ എന്ന് നിർണയിക്കാനുള്ള അവകാശം അത് കോടതിക്കുണ്ട്. അത് കോടതി അത് നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം തന്നെ അസാധുവായി പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ കോടതികളിലുമാണ്. ഇപ്പൊ കോടതികളിലെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഘടനകൾ ഇപ്പോ ഓൾറെഡി കേസുകൾ ഫയൽ ചെയ്തു. നമ്മുടെ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിം ലീഗ് കപിൽ സിബലിന്റെ ഉപദേശപ്രകാരമുള്ള ഒരു ഹർജിയും ഫയൽ ചെയ്തു. എല്ലാ ഹർജികളും 16-ാം തീയതി കോടതി പരിഗണിക്കും. പക്ഷെ പരിഗണിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധത അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ കോടതിയെ എത്രമാത്രം നമുക്ക് അതിനകത്ത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനകത്താണ് നമ്മളുടെ വിജയം കിടക്കുന്നത്. പക്ഷേ ഈ നിയമം എന്ന് പറയുന്നത് നേരത്തെ മുനീർ സാഹിബ് സൂചിപ്പിച്ച പോലെ പൗരത്വ നിയമത്തിന്റെയൊക്കെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പൗരത്വ നിയമം വന്നപ്പോഴും നമ്മൾ ആ പൗരത്വം ഒരു അഭയാർത്ഥിക്ക് പൗരത്വം കൊടുക്കുന്നതിന് ആരും എതിരല്ല, നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു അഭയാർത്ഥിയായിട്ട് കണക്കാക്കണം. ഒരു അഭയാർത്ഥിയെ നിങ്ങൾ ഒരു ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് പാർസി ജൈനൻ അഭയാർത്ഥിയായിട്ടും പിന്നെ മുസ്ലിം അഭയാർത്ഥിയായിട്ട് കണക്കാക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അഭയാർത്ഥികൾ നമുക്കറിയാം, അവരുടെ രാജ്യങ്ങളിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. നിക്കക്കളിയില്ലാതെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു പൗരത്വം കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം, അതിനകത്ത് യാതൊരു വിഷമവുമില്ല. പക്ഷെ അഭയാർത്ഥികളെ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് തന്നെ കണക്കാക്കണം. ഈ പറയുന്ന നിയമം ഞങ്ങൾ പറയുന്നില്ല ആ നിയമം നിങ്ങൾ അസാധുവാക്കണമെന്ന്. പക്ഷെ ആ നിയമത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ മതങ്ങൾ പേരെടുത്ത് പറയുന്ന ഭാഗം നിങ്ങളാണ് കട്ട് ചെയ്യണം. ഇന്ത്യയിലുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ന ദിവസത്തിനുള്ളിൽ കയറിയ എല്ലാ അഭയാർത്ഥികൾക്കും ഞങ്ങൾ പൗരത്വം നൽകുന്നു. അല്ലെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ കൂട്ടിച്ചേർക്കണം. നിങ്ങൾ 6 മതങ്ങളുടെ പേര് ചെയ്തിട്ടുണ്ട്, ഒരു മതത്തിനെ കൂടി മുസ്ലിം എന്നുള്ള ഒരു പദം കൂട്ടിച്ചേർക്കണം. അത്രമാത്രം നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയ നിയമം എന്താണ്? മതം മാനദണ്ഡമാക്കി ഉണ്ടാക്കിയ ഒരു നിയമമാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ മതത്തെ മാത്രം മാനദണ്ഡമാക്കി ഉണ്ടാക്കുന്ന ഒരു നിയമം വരികയാണെങ്കിൽ അത് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിന്റെ ഒരു തുടർക്കഥയായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്. ഇപ്പൊ പലരും പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു, ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളിലോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പല ട്രസ്റ്റുകളിലോ ഇതര സമുദായക്കാരെ നിങ്ങൾ കയറ്റുമോ എന്ന് ചോദിച്ചു. സിഖുകാരുടെ ഗുരുദ്വാര മാനേജ് ചെയ്യുന്ന ട്രസ്റ്റിൽ ഏതെങ്കിലും ഇതര സമുദായക്കാരനെ കയറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ കയറ്റുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു വഖഫ് ബോർഡിൽ ഒരു ഇതര സമുദായക്കാരനെ കയറ്റുന്ന അവരുടെ രീതി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മാത്രം അതിനകത്ത് യാതൊരു അവകാശമില്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പൊ മുത്തലാഖിന്റെ വിഷയം മുനീർ സാഹിബ് പറഞ്ഞു. മുത്തലാഖ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, ഒരു വിവാഹമോചന രീതി. ആ വിവാഹമോചന രീതി മുത്തലാഖ്, ഒരാളിപ്പോ തലാഖ് എന്ന് പറഞ്ഞാൽ അസാധുവാണ് എന്നാ നിയമം പറയുന്നുണ്ട്, സുപ്രീം കോടതി പറയുന്നുണ്ട്. അങ്ങനെ അസാധുവായ ഒരു സംഗതി ആരെങ്കിലും ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമായി മാറി 3 കൊല്ലം ജയിലിലടക്കുന്ന ഒരു പ്രത്യേക നിയമമാണ് മുത്തലാഖ് നിയമം എന്ന് പറയുന്നത്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ അത് യാതൊരു വാല്യൂ ഇല്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഭാര്യനെ നിങ്ങൾക്ക് വിവാഹമോചനം നടത്തണമെന്ന് പറഞ്ഞ് മുത്തലാഖ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല, നിയമം കൊണ്ട് അത് വാല്യൂ ഇല്ല. അങ്ങനെ യാതൊരു വാല്യൂവും ഇല്ലാത്ത മുത്തലാഖ് നിങ്ങൾ ഉച്ചരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ 3 വർഷത്തേക്ക് ജയിലിലിടാം. അതായത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ജയിലിലിടുന്ന രീതിയിലുള്ള ഒരു നിയമം. ഞാൻ പറഞ്ഞ വിവാഹമോചന രീതി എന്ന് പറയുന്നത് പല രീതിയിലുള്ള എല്ലാ സമുദായങ്ങളിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിവാഹമോചന രീതി ഉണ്ട്. അപ്പൊ അതിനകത്ത് ആ പ്രക്രിയകളിൽ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, പ്രൊസീജിയറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ വരാം. അങ്ങനെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു മതത്തിലും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നിങ്ങൾക്ക് ജയിലിലിടാൻ പറ്റില്ല. പക്ഷെ ഈ സമുദായത്തിന്റെ വിവാഹമോചന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ 3 വർഷത്തേക്ക് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം നിങ്ങൾക്ക് ജയിലിലിടാം. അങ്ങനെ നമുക്ക് ഓരോ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കാണുമ്പോഴും നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് സമുദായത്തിനെതിരെയായിട്ടുള്ള ഒരു ടാർഗറ്റഡ് ലെജിസ്ലേഷൻ ആണ് എന്നുള്ളതൊക്കെ.
ഇപ്പോ അവരിപ്പോ വഖഫ് ബോർഡിന്റെ മാനേജ്മെന്റിൽ കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് അംഗങ്ങളും അതേപോലെ തന്നെ സെൻട്രൽ വഖഫ് ബോർഡ് കൗൺസിലിന്റെ അംഗങ്ങളുടെയും നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ 3 പേര് മതി മുസ്ലിങ്ങൾ, 2 പേര് നിർബന്ധമായിട്ട് അമുസ്ലിങ്ങൾ വേണം, ബാക്കിയുള്ള 7 അംഗങ്ങൾ ആരുമാകാം. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്ത ഒരു വഖഫ് ബോർഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ സെൻട്രൽ വഖഫ് കൗൺസിലും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിശ്വാസി സമൂഹം ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് സമർപ്പിച്ച ഈ പറയുന്ന വസ്തുക്കൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമുദായത്തിൽ പെടാത്ത ആളുകൾ മതി എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഭരണഘടന എന്താ പറയുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മാനേജ് ദെയർ ഓൺ അഫയേഴ്സ്. മാനേജ് ദെയർ ഓൺ അഫയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ സമർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമർപ്പണം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന ആ പറയുന്ന വസ്തുക്കളെല്ലാം, സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള അവകാശം, അതാണ് ഭരണഘടന പറയുന്നത്. അപ്പൊ ഈ ഭരണഘടന പറയുന്നതും ഈ നിയമം പറയുന്നതും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ആ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ശക്തമായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയുടെ ഒരുക്കിയ CHR എന്റെ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.